തെന്മല ഡാം നമ്മളെത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ വന്ന് പോയപ്പോ നമ്മളെ കൂടെ വന്ന ഫോറസ്റ്റിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ള സാറ് പറഞ്ഞതാണ്, ഈ തെന്മല ഡാമിനകത്തൊരു ബിൽഡിംഗ് ഉണ്ട്. ഈ ഡാമിന്റെ അകത്ത്, അതായത് വെള്ളത്തിനടിയില്. അത് ഒരു സമയം ഉണക്ക സമയത്ത് അത് പുറത്ത് കാണാമായിരുന്നു, കുറച്ച് വശം, അതിന്റെ കുറച്ചൊക്കെ. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ അവർക്കുള്ള എന്തോ കാര്യങ്ങൾ, ടെസ്റ്റിങ്ങിനും കാര്യങ്ങളൊക്കെ അവിടെ പോകാൻ പറ്റൂന്നൊക്കെയാണ് അവർ പറയുന്നത്. അത് എങ്ങനെയാണ് അതിന്റെ ഫുൾ സെറ്റപ്പ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിനകത്തൊരു ബിൽഡിംഗ് ഉണ്ട്, നെറ്റിലൊക്കെ ഉണ്ട് അത്. നമ്മളാദ്യം വിചാരിച്ച് ഇവര് നമ്മളെ കളിയാക്കി ആയിരിക്കുന്നായിരുന്നു. പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞു, പിന്നെ വെള്ളത്തിനടിയിൽ പിന്നീടാണ് പറഞ്ഞത് വെള്ളത്തിനടിയിൽ ബിൽഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. സംഭവം ഈ ഡാമൊക്കെ വരുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ബിൽഡിംഗ് ആയിരിക്കും അല്ലേ? അതിനു വേണ്ടിയുള്ളതാണോ എങ്ങനെയുള്ളതാണെന്ന് അറിയത്തില്ല. പക്ഷെ അതിനടിയിലൊരു ബിൽഡിംഗ് ഉണ്ട്. പിന്നെ അതേപോലെ ഈ ഡാമിന്റെ എല്ലാ ഡാമിലും അടിയിലോട്ട് പോകാൻ ഒരു ഇതുണ്ട്. അതായത് ഇവരൊക്കെ അടിയിൽ പോയി ഓരോ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ കാര്യങ്ങളൊക്കെ നിന്ന് ഒരു ലിഫ്റ്റ് കണക്ക് സാധനത്തിൽ കയറി താഴോട്ട് പോകും. നമ്മൾ വെള്ളത്തിനടിയിലോട്ട് അങ്ങ് പോകും. അത് മിക്ക ഒരുവിധമുള്ള എല്ലാ ഡാമുകളിലും ഉണ്ടെന്നാണ് എന്റെ അറിവ്. ഇടുക്കി ഡാമിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമുക്ക് അങ്ങനെ പുറത്തുനിന്ന് ആർക്കും അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. തെന്മല കുളത്തൂപ്പുഴ മടത്തറ നെടുമങ്ങാട് വഴി തിരുവനന്തപുരം പോകുന്ന KSRTC ബസ് സ്റ്റാൻഡിന്റെ ഇടത് ഭാഗത്തായി പാർക്ക് ചെയ്തിട്ടുണ്ട്. കുളത്തൂപ്പുഴ വരുന്ന ഒരു ട്രാക്ക് ധാരാ വണ്ടിയുണ്ട്. ഇതാണ് തടി ഡിപ്പോ അല്ലേ? അതെ, ചന്ദൻ തടികൾ സർക്കാർ തടി ഡിപ്പോ. ചില്ലറ വിൽപ്പന കേന്ദ്രം. ചന്ദൻ തടിയാ? ചന്ദനമുണ്ട്, തേക്കുണ്ട്. Oh my God! പുഷ്പ 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 പുഷ്പ. ഇതാണ് തടി ഡിപ്പോ അല്ലേ? കുളത്തൂപ്പുഴ തടി ഡിപ്പോ. തടികൾ കുറവാണല്ലോ, എല്ലാം കൊണ്ടുപോയോ? ഇപ്പൊ വീണ്ടും നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് മുറിച്ചിട്ടേക്കുന്നുണ്ടല്ലേ? വീണ്ടും മുറിച്ചു തുടങ്ങി. ഇപ്പൊ ശരിക്കും മുറിക്കുന്നുണ്ട്. എന്തുമാത്രം തടി ഉണ്ടെന്ന് അറിയാമോ? തേക്കും ചന്ദനവും ശരിക്കുണ്ട് ഇതിന്റെ ഇടയിൽ. ചന്ദൻ തടി നമുക്ക് കാണാൻ പറ്റൂ? പിന്നെന്ത്, ഇവിടെ ഉണ്ടല്ലോ. മറയൂരൊക്കെ പോകുമ്പോ നമ്മള് ചന്ദനത്തോട്ടത്തോട് കടയിൽ വരുന്നത് തന്നെ. മറയൂർ ചന്ദനക്കാടിനകത്തോടാണ് നമ്മൾ വണ്ടി കൊണ്ട് വരുന്നത്, മൂന്നാർ പോകുമ്പോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും വണ്ടി ആ മറയൂർ അത് കഴിഞ്ഞ് വരുമ്പോ ആ ബോർഡർ അവർ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്തിട്ടേ വിടത്തുള്ളൂ. ഒരു ഒടിഞ്ഞ് വീണൊരു കമ്പെടുത്ത് വണ്ടിക്കകത്ത് വെച്ചിരുന്നാലും പണിയാണ്. അപ്പൊ ഈ ചന്ദന തടികൾ അവിടെ വിൽക്കുമെന്ന് അവിടെ ഡിപ്പോയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പൈസ കൊടുത്ത് മേടിക്കാം. അപ്പൊ അത് ഈ തടികൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധാരണ ചന്ദന തടി എന്തിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? അതിന് ഈ പൈസ ഉള്ളവർക്ക്